നഗരമധ്യത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വഴിയരികിൽ കാണുന്ന ചില മനുഷ്യർ. നിർജീവമായ കണ്ണുകൾ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ, കൂനിക്കൂടിയ ശരീരം, വേച്ച് നടക്കുന്ന കാലുകൾ, എന്തിനേയോ കടിച്ചു കീറാൻ ശ്രമിക്കുന്ന പോലെ തുറന്നു വച്ച വായ. സാഹിത്യത്തിലോ സിനിമയിലോ കണ്ടുമെടുത്ത സന്ദർഭങ്ങളല്ല ഇവിടെ വിവരിച്ചത്. ലോകത്തിലെ അതിസമ്പന്നർ എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്കയിലെ ഫിലാഡൽഫിയ എന്ന പ്രദേശത്ത് ലഹരിമരുന്നുകൾക്ക് അടിമപ്പെട്ട ജീവിതം നിലച്ചുപോയ ഒരു സമൂഹത്തിന്റെ നേർക്കാഴ്ചയാണിത്. ഇത്രയൊക്കെ പറയുമ്പോൾ അത് അതിപാവകത്വമല്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊരു ചോദ്യം ആർക്കും ഉന്നയിക്കാം. എന്നാൽ ഇന്നോ ഇന്നലെയോ അല്ല, വർഷങ്ങളായി ഇതുപോലെ പലരും ലോകത്തിലെ പലയിടങ്ങളിലും സ്വൈര ജീവിതത്തിൽ നിന്നും വേർപെട്ട മറ്റൊരു നരകത്തിലേക്ക് തള്ളിവിടപ്പെടുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കാണുന്ന ഇത്തരം മനുഷ്യർ ഉപയോഗിക്കുന്ന ലഹരി എന്നത് മദ്യവും പുകവലിയും കഞ്ചാവും ഒന്നുമല്ല, അതിലും തീവ്രത കൂടിയ മരുന്നുകൾ. മനുഷ്യന്റെ ഞരമ്പുകൾ ദിവസങ്ങളോളം മരവിപ്പിച്ച് കിടക്കാൻ പാകത്തിലാക്കുന്ന ഇവയ്ക്ക് സോംബി ഡ്രഗ്സ് എന്നാണ് അവർ വിളിക്കുന്ന പേര്. ഈ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവുക ഹോളിവുഡ് സിനിമകൾ നമുക്ക് കാട്ടിത്തന്ന സോംബി എന്ന വിഭാഗത്തെയായിരിക്കും. ശരീരത്തിൽ വിഷലിപ്തമായ ചില പ്രവർത്തനങ്ങൾ മൂലം ശരീരവും മനസ്സും വികൃതമാവുകയും കൂടെയുള്ളവരെ പോലും കൊല്ലുകയും ചെയ്യുന്ന സോംബികൾ. മനുഷ്യത്വം മറന്നുപോകുന്ന ലഹരിക്കടിമപ്പെട്ട യുവത്വത്തിന് പേടിയോടെ കണ്ടുപഠിക്കാവുന്ന കഥകളാണിത്. എന്നാൽ ഇത്തരത്തിൽ നടക്കുന്നത് കൊണ്ട് മാത്രമല്ല ഫിലാഡൽഫിയയിലെ യഥാർത്ഥ മനുഷ്യരെ സോംബി ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ എന്ന് പറയുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ, ഒരുപക്ഷെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ജീവിതം ആസ്വദിക്കാൻ ഏകമാർഗം ലഹരി ഉപയോഗമാണെന്ന തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം അതിലേക്ക് ആകർഷകരാകുന്ന കുട്ടികൾ. അവരുടെ കയ്യിൽ ഇതിന്റെ വിൽപ്പന കൊണ്ട് വന്നു ചേരുന്ന പണം, ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവും കുടിക്കാതെ, ചുറ്റുമുള്ളതൊന്നും ബാധിക്കാതെ ഏതോ മായിക ലോകത്തിൽ വ്യാപരിക്കാനുള്ള വ്യഗ്രത എന്നിവ അവരെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് നരകതുല്യമായ വേദനയോടുകൂടിയ മരണത്തിലേക്കാണ്. അവർ അത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏവരെയും ദുഃഖിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്റ്റാമ്പ് എം എന്നൊക്കെ ചുരുക്കി വിളിക്കുന്നത് പോലെ അമേരിക്കയിൽ ട്രാങ്ക് എന്നറിയപ്പെടുന്ന സൈലാസൈനാണ് പ്രധാന ലഹരി. ഇത് മൃഗങ്ങൾക്ക് നൽകുന്ന ഒരുതരം വേദനസംഹാരിയാണ്. കറുപ്പെന്ന് വിളിക്കപ്പെടുന്ന ഓപ്പിയം ചേർത്ത് നിർമ്മിക്കുന്ന ഇവയ്ക്ക് അതിതീവ്രമായ രീതിയിൽ ശരീരത്തെ നിർജീവമാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് യുവാക്കൾ ഇതിന്റെ ഉപയോഗത്തിൽ ഇത്രത്തോളം നശിക്കുന്നത് എന്നതിന്റെ ഒന്നാമത്തെ കാരണം ഇതിന്റെ ലഭ്യത തന്നെയാണ്. മൃഗങ്ങൾക്ക് നൽകുന്ന മരുന്നായതിനാൽ വളരെ കുറഞ്ഞ വിലയിൽ മെഡിക്കൽ ഷോപ്പുകളിൽ ഇവ ലഭ്യമാണ്. ഒരു നേരത്തെ ഉപയോഗം നൽകുന്ന തുടർച്ചയായ ദിവസങ്ങളിലെ പ്രഹരശേഷിയാണ് മറ്റൊരു കാരണം. എന്നാൽ സ്ഥിരമായി ശരീരത്തിൽ കുത്തിവെക്കപ്പെടുമ്പോൾ രക്തവും ശരീരകോശങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നു. ദേഹത്ത് പലയിടത്തും ചെറിയ മുറിവുകൾ രൂപപ്പെടുകയും അവയൊന്നും ഒരിക്കലും ഉണങ്ങാത്ത വ്രണങ്ങളായി മാറുകയും ചെയ്യുന്നു. കഠിനമായ വേദന വരുമ്പോൾ വീണ്ടും ലഹരിയിൽ അഭയം തേടുമെങ്കിലും ആ വ്രണങ്ങൾ വരുന്ന ഭാഗങ്ങൾ മുറിച്ചു മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് അത് നയിക്കുന്നു. കഴുത്തിലും മറ്റും രൂപപ്പെടുന്ന മുറിവുകൾ ആ ഭാഗം മുറിച്ചു കളയാൻ കഴിയാത്തതുകൊണ്ട് മാത്രം തുണിയും മറ്റും ഉപയോഗിച്ച് കെട്ടിവെക്കേണ്ട അവസ്ഥയിലെത്തുന്നു. മാത്രമല്ല, ഹൃദയം, വൃക്ക തുടങ്ങി ശരീരത്തിലെ പ്രധാന അവയവങ്ങൾ ഒന്നൊന്നായി പ്രവർത്തനം നിലച്ച പതിയെ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നു. എന്നാൽ ഇതൊന്നും പലർക്കും മനസ്സിലാവുന്നില്ല എന്നതാണ് അതിശയിപ്പിക്കുന്ന സത്യം. ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ചിലരോട് ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ 40 വയസ്സായി, എന്റെ കൂട്ടുകാർ 30 വയസ്സെത്തു മുൻപ് മരിച്ചുപോയി, ഞാൻ ചില അസുഖങ്ങളോടെ ഇന്നും ജീവിക്കുന്നുവെന്ന അഭിമാനത്തോടെ അവർ പറയുന്ന ദയനീയമായ കാഴ്ച നമുക്ക് കാണേണ്ടി വരുന്നു. കൗമാര കാലഘട്ടത്തിൽ ഒരു തമാശയ്ക്ക് തുടങ്ങുന്ന പുകവലിയോ മദ്യപാനമോ പിന്നീട് ഒഴിവാക്കാൻ കഴിയാത്ത രീതിയിൽ ജീവനും ജീവിതവും നശിപ്പിക്കുന്ന സിന്തറ്റിക് ലഹരികളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. തീർച്ചയായും സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ലഭിക്കേണ്ട ബോധവൽക്കരണം അനിവാര്യമാണ്. ജീവിതമാണ് ലഹരി, അതിന് ചെന്നെത്താൻ കഴിയുന്ന കാഴ്ചകളും അനുഭവവേദ്യമാക്കേണ്ട സന്ദർഭങ്ങളും അനിയന്ത്രിതമാണെന്നും നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇത്തരം ഹൃദയഭേദകമായ കാഴ്ചകൾ ദൂരെയല്ല, അത് നമ്മുടെ അരികിലും എത്തിക്കൊണ്ടിരിക്കുന്നു. ആർജവത്തോടെ ഇത്തരം ദുരന്തങ്ങൾ നേരിടാൻ പൊതുസമൂഹവും ഭരണ നേതൃത്വങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക തന്നെ ചെയ്യണം.